പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മൂന്നാമതും സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെജി, സെൻറ് തോമസ് ചർച്ച് പള്ളാതുരുത്തി ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ജനുവരി 2022 ആദ്യമായി ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ഒത്തിരി ഭൗതിക കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഈശോ വഴി സാധിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്കിപ്പോൾ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് സഹായിച്ചു. കാരണം ഞാൻ 23 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു. ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. സർവ്വവിധ ദുശീലങ്ങൾക്കും ദുർഗുണങ്ങളോടും കൂടിയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ഉപദേശിച്ച് തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കുന്നതിനും ആഴ്ചകളിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കുമ്പസാരിക്കാൻ സാധിക്കുന്നു, ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല ഈ പാവ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക എന്നുള്ളത്. മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല. എങ്കിലും എനിക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് 18 രൂപ മദ്യം കിട്ടും. ഒരു പ്രാവശ്യം ഞാൻ ക്യാൻറ്റീനിൽ പോയപ്പോഴത്തേക്ക് മദ്യം കഴിക്കുന്നില്ലെങ്കിലും അത് വാങ്ങി വിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു. അത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇത് പാപമാണെന്നുള്ളത്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ 1 മാസം അല്ലെന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ തിരിച്ച് റീജോയിനിങ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മദ്യം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ഞാനത് മറക്കുകയും ചെയ്തു, ഇന്ന സാധനം വീട്ടിലിരിക്കുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ ഫലമായി ഞാൻ 18 കുപ്പി വാങ്ങിച്ച് 18 മാസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം കമ്പനി വിളിച്ച് പറയുന്നുണ്ട് ടിക്കറ്റ് അടുത്ത ആഴ്ച അയക്കും. അങ്ങനെ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ബ്രദർ വിജയകുമാർ സാറിനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ഈ 18 മാസം കഴിഞ്ഞപ്പോൾ ഈ മദ്യം എൻ്റെ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് വരികയും എനിക്ക് ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ട് ജോലിക്ക് പോകുവാനും സാധിച്ചു. അപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാനിവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് നേരത്തെ ഈ ജോലിയിൽ വെടികൊണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യക്കുറവ്. അപ്പോൾ ഞാൻ അൾത്താരയിൽ നിത്യാരാധനയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നീ വചനം തുറന്ന് വായിക്കുന്നു. ഞാൻ വചനം തുറന്നപ്പോഴത്തേക്ക് എനിക്ക് 91 സങ്കീർത്തനമാണ് കിട്ടിയത്. 91 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ശക്തി കിട്ടി. പിന്നെ ഞാൻ സന്തോഷത്തോടെ പോയി. 6 മാസത്തെ കോൺട്രാക്റ്റാണ് പോയെ. 8 മാസം കംപ്ലീറ്റ് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരാൻ സാധിച്ചു. ഞാൻ 2 ദിവസമേ ആയുള്ളൂ വീട്ടിൽ വന്നിട്ട്. അമ്മയുടെ വന്ന് അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം തന്നെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുമുണ്ടായി. അപ്പോഴത്തേക്ക് എനിക്ക് 1 പത്രോസ് 5:6 വചനം എൻ്റെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും അത് സഹായിച്ചു. അത് നിങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ അത് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയാലുവാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഫലവത്താകുകയും അനുഗ്രഹമാകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാനിവിടുന്ന് പോകുമ്പോഴത്തേക്ക് 4 ഭാഷകളിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഫിലിപ്പിൻ,
തമിഴ്, ഇംഗ്ലീഷ്, മലയാളം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് ഓരോരുത്തർക്കും മറ്റ് കൺട്രിയിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ഈ കമ്പനി ഗ്രീസാണ്. ഗ്രീക്കിലെ പലരുടെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു, നീ ഇങ്ങനെ റിലിജ്യൻ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ജോലി പോകുന്നു. പക്ഷേ ഞാനത് കേട്ടെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാൻ എല്ലാവർക്കും ഇവിടുന്ന് കൊണ്ടുപോയ പത്രം എൻ്റെ അനുഭവം പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. അതുവഴി പലരും ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറയുകയും ചെയ്തു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുകൂടാതെ ഞാൻ ഈ വൃദ്ധമന്ദിരത്തിൽ അരിയും വസ്ത്രങ്ങളും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഉപ്പ്, ഞങ്ങൾ പോയ ഒരു ഷിപ്പിൽ ഭയങ്കര മൂട്ടയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കവിടെ ഉറങ്ങാനോ ഒന്നും സാധിക്കത്തില്ല. മൂട്ട ശരീരത്തോട് കയറി ഓടുകയും കടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിശ്വാസപ്രാണം ചൊല്ലി, കൃപാസന പ്രസിദ്ധീകരണ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഉപ്പ് 4 വശവും കട്ടിലിൻ്റെ ഇട്ടു. അതിനുശേഷം പിന്നെ ഒരു മൂട്ടയുടെ ശല്യവും ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, പാപവസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സം നേടും. അനുഗ്രഹത്തിന് പകരം അത് ശാപമായി മാറും. അതുകൊണ്ട് പാപവസ്തുക്കൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കരുതെന്നാണ് നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ്. പിന്നെ അമ്മയോടും ഈശോയോടും എനിക്ക് ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ എനിക്ക് നേരത്തെ ഞാൻ എൻ്റെ സുഖത്തിനും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നു, അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നു. എല്ലാ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപകാരസ്മരണ ഞാൻ അവസാനിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 63, 7, 8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. റജ്മോൻ ഔസേപ്പ് എന്ന ഈ സഹോദരൻ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു കുമ്പസാരം തന്നെയാണ് ഈ അൾത്താരയിൽ നടത്തിയത്. തൻ്റെ ജീവിതത്തെ എത്ര കണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവഹിത പ്രകാരം വിശുദ്ധിയിൽ സംരക്ഷിക്കുന്നു. അതിന് ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഏതൊക്കെ മേഖലകളിൽ പാപങ്ങളുണ്ടോ അതെല്ലാം വെറുത്തുപേക്ഷിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. തൻ്റെ ഒരു ശീലവും ദുശീലവുമായി കൂടെ ഉണ്ടായിരുന്ന മദ്യപാനത്തിൽ നിന്ന് പിന്മാറുകയും മദ്യം ഭവനത്തിൽ സൂക്ഷിച്ചത് മൂലം തനിക്ക് നേരിട്ട 18 മാസത്തെ ജോലി തടസ്സം അത് കൈമാറിയതിലൂടെ മാറിക്കിട്ടിയത് വഴി പാപവസ്തുക്കൾ നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിന് ദൈവകൃപ ലഭിക്കുവാൻ വലിയ തടസ്സമാകും എന്നൊരു വെളിപ്പെടുത്തൽ കൂടി മകൻ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നിബന്ധനകൾ തന്നെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, അനുതാപത്തോടുകൂടി ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ, നമ്മളെ ബലഹീനമാക്കുന്ന പാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും തീരുമാനമെടുത്ത് ജീവിക്കുകയുമാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഒരിക്കലും ഒരു പുറമേ നാം നടിക്കുന്ന ഒരു ജീവിതമല്ല, അഭിനയമല്ല. അതെപ്പോഴും ആത്മാവിനെ നിരന്തരം ശുദ്ധീകരിക്കുന്ന, ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നിലകൊള്ളുന്ന ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് അച്ഛൻ പറയും, ഉടമ്പടി ജീവിതത്തിൽ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാം ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനം ജീവിതത്തിൽ നമുക്കുണ്ടാവണം. ആ നിലപാടുകളിൽ നിന്ന് നമ്മൾ മാറുന്നതനുസരിച്ച് ഉടമ്പടി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് താമസമാവും, ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് കഷ്ടതകളുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരൻ പറയുന്നത്, ഞാനിത് ഒരു പ്രലോഭനത്തിൽ പോയി വാങ്ങി കുടിക്കുവാനല്ല, വിൽക്കുവാൻ വേണ്ടി, പക്ഷെ അതെനിക്ക് വലിയ തടസ്സത്തിന് കാരണമായെന്ന. നാം പാപം ചെയ്യുന്നതും പാപത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നതും രണ്ടും ഒരുപോലെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരിക ഒരു അനുതാപ ജീവിതം, ഈശോയ്ക്ക് ഉടമസ്ഥതയുള്ളൊരു ജീവിതം, ആത്മശുദ്ധിയുള്ളൊരു ജീവിതം, പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുന്നൊരു ജീവിതം, അത് ഉടമ്പടി അനുഗ്രഹത്തിന്
നമുക്ക് കാരണമാകും. നമ്മുടെ ജീവിതം കഷ്ടതകളില്ലാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുമെന്നാണ്. ചേട്ടൻ ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്മാറിക്കഴിയുമ്പോൾ എന്തൊക്കെയാണോ ആകുലതകളായി കണ്ണിൽ കണ്ടത്, മനസ്സിലോർത്തത്, അതെല്ലാം അമ്മ മാതാവ് മാറ്റിക്കൊടുത്തുകൊണ്ട് സുദീർഘമായിട്ടുള്ള ആ മറൈൻ ജീവിതം വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ ഒരുക്കിക്കൊടുത്തതിനെയാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കറകളും കുറവുകളും മാലിന്യവും ഉണ്ടെങ്കിൽ അവ തിരുത്തുവാൻ വേണ്ടി തീരുമാനിക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയും ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ദൈവഹിത പ്രകാരം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശോ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആര് ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നുവോ അവർക്ക് പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ അനുഗ്രഹങ്ങൾ വേഗത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് പോലും അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരൻ ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.